ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 1ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ കേരള പാഠാവലിക്ക് 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. അതിലെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വരുന്നത് 3 യൂണിറ്റുകളാണ്. 1ാമത്തെ യൂണിറ്റ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്നു വന്നാൽ എന്നുള്ളത്. അതിൽ 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. 1ാമത്തെ യൂണിറ്റിൽ 1ാമത്തെ പാഠഭാഗം ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം, 2ാമത്തേത് ഒരു ദിനാന്ത സഞ്ചാരം, 3ാമത്തേത് മനസ്സിലെ കിളി. 2ാമത്തെ യൂണിറ്റിൽ വരുന്നത് നീളും ഈ യാത്രതൻ വിസ്മയങ്ങൾ എന്നുള്ളതിൽ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നത്, നക്ഷത്രം, എന്നും ഈ യാത്ര, ഇങ്ങനെ 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. 3ാമത്തെ യൂണിറ്റ് മൊഴി പൊഴിയും അഴക് എന്നുള്ളതാണ്. അതിലെ 1ാമത്തെ പാഠഭാഗം കാവ്യ നർത്തകി, 2ാമത്തേത് വാക്ക്, 3ാമത്തേത് പടക്കളത്തിലേക്ക്. ഇങ്ങനെയാണ് നമ്മുടെ പാഠഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാമത്തെ യൂണിറ്റിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു പേജിലുള്ള പ്രവർത്തനങ്ങളാണ്. ഓക്കെ, എന്താണ് യൂണിറ്റിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്നു വന്നാൽ എന്നുള്ളതാണ്. ഇലകൾ എന്ന ഒരു കവിത ഇവിടെ തന്നിട്ടുണ്ട്. കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കൺകെ, മഴക്കാറ് കൊണ്ടു മഴത്തുള്ളി വീണു, മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു, മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും, മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുരുത്തു മുളപ്പായി പൊടിപ്പായി. വനപർവം എന്ന ജി കുമാരപിള്ളയുടെ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്, ഒരു കരിഞ്ഞു ഉണങ്ങാനായ മരത്തിന് ഒരു മഴ കിട്ടിയപ്പോൾ ഉണ്ടായ അനുഭൂതിയാണ് പറയുന്നത്, അല്ലേ? ഇനി ഇതിന് താഴെ കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? ഈ ചിത്രത്തിൽ എന്താണ്? ഒരു മരക്കൊമ്പ്, അതിലേക്ക് മഴത്തുള്ളി വീഴുന്നതാണ് ചിത്രത്തിലും കാണിച്ചിട്ടുള്ളത്. മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. കവിതയിലെ ആശയം തന്നെയാണ് ഇവിടെ ചിത്രത്തിലും കാണുന്നത്. വളരെയധികം ഉണങ്ങിച്ചുളിഞ്ഞ് കരിഞ്ഞുമൊരിഞ്ഞ് ദ്രവിച്ച് മണ്ണോട് ചേരാൻ ഇരിക്കുന്ന ഒരു മരക്കൊമ്പിനെ കണ്ടിട്ട് മഴക്കാറിൽ നിന്ന് ഒരു മഴത്തുള്ളി മരച്ചൂട്ടിലേക്ക് വീഴുകയാണ്. മഴത്തുള്ളി തൊട്ടപ്പോഴേക്കും മരത്തിലേക്ക് ഒരു മഹേന്ദ്രജാലം അഥവാ ഇന്ദ്രജാലം അനുഭവപ്പെടുന്നുണ്ട്. അത് മരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ദ്രവിച്ച മണ്ണോട് ചേരാൻ ഇരിക്കുന്ന ആ മരക്കൊമ്പ് തോറും ചെറിയ ചെറിയ മുളപ്പുകളും പൊടിപ്പായും മുളച്ചു പൊന്തിയപ്പോൾ ചെടിക്ക് ഇന്ദ്രജാലം അനുഭവപ്പെട്ടു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളിവിടെ ആശയമായിട്ട്, അല്ലെങ്കിൽ മഴത്തുള്ളി തൊട്ടപ്പോൾ എന്തൊക്കെ ഇന്ദ്രജാലമാണ് ഉണ്ടായത് എന്നുള്ളത് എഴുതേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെയും, ആ ചിത്രത്തിൻ്റെയും കവിതയുടെയും ആശയം ഒന്ന് തന്നെയാണ് എന്നും കൂടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇനി ഇതിലെ 1ാമത്തെ പാഠഭാഗമാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.